ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വറ്റൽമുളക് ചേർത്തിട്ടുള്ളൊരു കിഡിലൻ ചിക്കൻ കറിയാണ്. വറ്റൽമുളക് നമ്മൾ കറിയിൽ എല്ലാവരും ചേർക്കും, പൊടിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നത് ഇത് പൊടിച്ചിട്ടാണ്. നമ്മൾ അടുപ്പിലിട്ടിട്ട് വേണമെങ്കിൽ ചുടാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഗ്യാസിലിട്ടിട്ടാണ് ചുട്ടത്. പക്ഷേ അടിപൊളി കറിയാണ്. ചപ്പാത്തിക്ക്, നെയ്ച്ചോറിന്, അപ്പത്തിന്, ദോശയ്ക്ക് എല്ലാത്തിനും തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിലേ ചെയ്യുന്നുള്ളൂ. സാധാരണ പോലത്തെ പീസാക്കി, കറിക്ക് ചെയ്യണത് പോലത്തെ പീസാക്കി കട്ട് ചെയ്യുക. അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. മുളക് പൊടി വേണമെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ആക്കി കുറയ്ക്കാം കേട്ടോ, എരിവിനനുസരിച്ച്. കാരണം നമ്മളിനി ഇതിൽ വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ എരിവ് കൂടി പോകണ്ട. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കാനുള്ള കാരണം അത് കാശ്മീരി മുളകാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ വറ്റൽമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ടാണ്. അപ്പോൾ അത് ഒരുമിച്ച് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനൊരു പപ്പട കോലുണ്ടല്ലോ, അതിലൊന്ന് ജസ്റ്റ് കുത്തിയിട്ടാണ് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിക്കുന്നത്. വിറകടുപ്പുള്ളവർ അല്ലെങ്കിൽ വിറകടുപ്പ് സ്ഥിരമായി കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ കനലിൽ കാണിച്ചാൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. അതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്നിട്ട് ഞാനത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തു. അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല നമുക്ക് മിക്സീൻ്റെ ജാറിൽ, അങ്ങനെ തരുതരുപ്പായിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം അത് അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ശരിക്കും അരച്ചെടുക്കാം. അപ്പോഴേക്കും ഞാൻ ചട്ടി വെച്ചു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. ഈ തക്കാളി ഒന്നും നമ്മൾ അരിയാതെയാണ് ഇട്ട് കൊടുക്കുന്നത്, അരിയരുത്, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അതുപോലെ പച്ചമുളകും നമ്മൾ അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. തക്കാളി അരിയണ്ട എന്ന് ഞാൻ പറയാൻ കാരണം, അരിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ ആ എണ്ണയായിട്ട് അതങ്ങ് പൊട്ടിത്തെറിക്കും, ചുറ്റും ആവും, അതുകൊണ്ടാണ്. പിന്നെ ഒരു 4 അല്ലി ചുവന്നുള്ളി, ഒരു സവാളയുടെ പകുതി സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഒക്കെ ഞാൻ ആദ്യം ഇടാൻ കാരണം തക്കാളിക്ക് ആവില്ല കുറച്ചധികം ടൈം വേണ്ടത്, കാരണം കട്ട് ചെയ്യണമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് തക്കാളി ആദ്യം തന്നെ ഇട്ടത്. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മുളകിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ആ മുളക് നന്നായിട്ട് അരിഞ്ഞോളും. നേരത്തെ നമ്മൾ ജസ്റ്റ് കുറച്ച് മുളക് മാത്രമല്ലേ ഉള്ളൂ, ഒരു 5-6 മുളകേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ മിക്സിയിലേക്ക് മാറ്റിയത് അവിടെ കിടന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല കംപ്ലീറ്റ് ഫ്രൈ ആവണം എന്നില്ല, ഒരു ഹാഫ് കുക്കൊക്കെ ആയാൽ മതി. കാരണം നമ്മളിനി കറി വെക്കുമ്പോൾ കറിയിൽ കിടന്ന് ചിക്കൻ വേവായിക്കോളും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമ്മൾ ആ ഇഞ്ചി അതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത ആ എണ്ണയിൽ തന്നെയാണ്. നന്നായിട്ട് ക്രിസ്പി ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആവുക. മാത്രമല്ല നമ്മൾ വറ്റൽമുളകൊക്കെ ചുട്ട് ഉണ്ടാക്കുന്ന കറിയാണല്ലോ. വറ്റൽമുളകിൻ്റെ അളവ് ഞാൻ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനൊരു 6 എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതലാണ് തോന്നിയാൽ മാറ്റി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഈ അരച്ച കൂട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ, കാരണം നമ്മൾ വെള്ളത്തോടെ ഇതിലൊഴിക്കാൻ പാടില്ല. മാത്രമല്ല തക്കാളിയിലുള്ള വെള്ളം ഉണ്ടാവും, അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലുള്ള ആ വെള്ളം വെച്ചിട്ട് തന്നെ അത് അരഞ്ഞു വന്നോളും. ചമ്മന്തി പോലെയാണ് പിരിക്കുന്നത്. ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ, കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് എത്ര കുറവ് വരും നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ
1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഒഴിവാക്കരുത്, ഗരം മസാല ചേർക്കണം. ഇനി ഗരം മസാല ഇല്ല എങ്കിൽ ചിക്കൻ മസാല ചേർക്കുക. എന്നിട്ടത് ആ വെള്ളത്തിൻ്റെ അംശം പരമാവധി പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ നല്ല പേസ്റ്റായിട്ടാണ് അരച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടു. ചിക്കൻ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ല. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കത്തക്ക രീതിയിൽ ആക്കിയെടുക്കുമല്ലോ, അങ്ങനെ ആക്കിയെടുത്തിട്ടില്ല. കാരണം നമ്മൾ ഈ കറിയിൽ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള കറിയായിരിക്കും വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അധിക സമയം വേവേണ്ട ആവശ്യമില്ല, കാരണം ഒരു ഹാഫ് കുക്ക്ഡാണ് ചിക്കൻ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണ് എനിക്ക് വേണ്ടത്. ഇപ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. കൂടുതൽ കറിവേപ്പില ഇടണം എന്നുള്ളവർക്ക് ഇടാം. ഇനി കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇത്രയേ ഉള്ളൂ, ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല അതിന്. ഈ ഒരു കളർ വരാൻ കാരണം നമ്മൾ മുളക് ചുട്ട് അരച്ചതിൻ്റെയാണ്. അത്യാവശ്യം കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ക്യാമറേൻ്റെ അകത്തുനിന്ന് കാണുന്നതിനേക്കാളും നല്ല കളറിലാണ് ഉള്ളത് പുറത്തേക്ക് വെച്ചപ്പോൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കീടു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.